നമഃശിവായ. മങ്കൊമ്പിലമ്മേ ശരണം. നാം നൂറ്റാണ്ടുകളായി, തലമുറകളായി അധിവസിച്ചു വരുന്ന ഈ ഭാരതഭൂമിക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന ആധുനിക ശാസ്ത്രമനുസരിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഒറ്റ കരയും ഒറ്റ സമുദ്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രേ. പിന്നീട് കാലം കുറെ കഴിഞ്ഞപ്പോൾ ഈ ഒറ്റക്കര പല കഷ്ണങ്ങളായി മാറുകയും അതിൽ ഒരു കഷ്ണം വടക്കോട്ട് സഞ്ചരിച്ച്, കടലിൽ കൂടെ വടക്കോട്ട് സഞ്ചരിച്ച് ഏഷ്യയുടെ തെക്കേ അറ്റത്ത് ചെന്നു ചേരുകയും ഇവ തമ്മിലുള്ള ചേർച്ചയുടെ ഫലമായി ഹിമാലയം എന്ന ലോകോത്തരമായ പർവ്വതനിര രൂപപ്പെടുകയും ചെയ്തു എന്നും മറ്റുമാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന ശാസ്ത്രം ഇന്ന് നമ്മളോട് പറയുന്നത്. അങ്ങനെ ഹിമാലയം തൊട്ട് കന്യാകുമാരി വരെയുള്ള ഒരു ഭൂവിഭാഗം നമ്മൾ ഭൂപടമെടുത്ത് നോക്കിയാൽ അതിന്റെ കിടപ്പിന് തന്നെ ഒരു പ്രത്യേകത കാണാൻ കഴിയും. ഏതാണ്ട് ത്രികോണാകൃതിയിലാണ്. ഈ ഭൂവിഭാഗമാണ് പിൽക്കാലത്ത് ഹിന്ദുസ്ഥാനമെന്നും ഭാരതമെന്നും എല്ലാം അറിയപ്പെട്ടു വന്നത്. ഈ ഭൂവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് നാടുകളിൽ കഴിഞ്ഞു വന്ന ആൾക്കാരുടെ കണ്ണിൽ ആധ്യാത്മികതയുടെ ജന്മഭൂമിയായി, ഈറ്റില്ലമായി, അതിന്റെ കേദാരമായി ആണ് കണ്ടുവന്നത്, അറിയപ്പെട്ടു വന്നത്. അതുകൊണ്ട് തന്നെ ഭാരതത്തെക്കുറിച്ച് മറ്റ് നാട്ടുകാർക്കെല്ലാം തന്നെ വലിയ ആദരവാണ് ഉണ്ടായിരുന്നത്. ആദരവ് മാത്രമല്ല, അത്ഭുതവും. ഈ ഭൂവിഭാഗത്തിൽ ആധ്യാത്മികത മാത്രമായിരുന്നില്ല. ലോകത്തെങ്ങും അന്ന് ആ വിദൂര കാലഘട്ടങ്ങളിൽ ഇല്ലാതിരുന്ന ഐശ്വര്യം അതും ഇവിടെ നടമാടിയിരുന്നു. നല്ലതായ എല്ലാറ്റിന്റെയും അക്ഷയഖനിയായിട്ടാണ് ലോകം ഭാരതത്തെ കണ്ടിരുന്നത്. മാലോകര് തന്നെ ഭാരതത്തെ, ഭാരതീയരെ വിശ്വഗുരുവായി കണ്ട് വണങ്ങിയിരുന്നു. ഇതൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നവയാണ്. ഈ പുണ്യഭൂമിയിൽ നൂറ്റാണ്ടുകളായി വസിച്ചുവരുന്ന ജനതതിയെ പൊതുവെ ഹിന്ദുക്കൾ എന്നാണ് അറിയപ്പെട്ടു വന്നത്. കാറൽ മാർക്സ് പോലും ഹിന്ദുസ്ഥാനം എന്നാണത്രേ പറഞ്ഞിരിക്കുന്നത്. ഈ ഹിന്ദു ജനത പല സമുദായങ്ങളായിട്ട് വേർതിരിഞ്ഞ് ഈ വിശാല ഭൂഖണ്ഡത്തിൽ അങ്ങനെ കഴിഞ്ഞു വന്നു. ഒരു വശത്ത് ഉത്തുംഗ ഹിമാലയം, മറ്റു 3 വശങ്ങളിലും അഗാധമായ അലയാഴി.
തന്മൂലം വിദേശികളുമായിട്ട് ബന്ധപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഈ ഉപഭൂഖണ്ഡത്തിൽ കഴിഞ്ഞു വന്ന നിരവധി സമുദായങ്ങൾ തമ്മിലായിരുന്നു കൊടുക്കൽ വാങ്ങലുകൾ കൂടുതലും നടന്നത്. അങ്ങനെ ആചാരങ്ങളുടെ കാര്യത്തിലായാലും വിശ്വാസങ്ങളുടെ കാര്യത്തിലായാലും ഭൗതികമായ മറ്റേത് കാര്യത്തിലായാലും ക്രമേണ പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും അവരവർക്ക് ഉള്ള വ്യത്യസ്തതകളുടെ കൂടെ തന്നെ പുലർന്നു വന്നു. നാം പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത്രയേറെ വൈവിധ്യങ്ങളും വ്യത്യസ്തതകളുമുള്ള ഒരു ജനസമൂഹം ലോകത്തിൽ മറ്റെവിടെയെങ്കിലുമുണ്ടോ എന്ന് ശങ്കിച്ചു പോകും. അത്രയേറെയാണ് നമ്മുടെ സമുദായങ്ങളുടെ ഇടയ്ക്കുള്ള വ്യത്യസ്തതകൾ. പക്ഷേ ഒന്ന് സൂക്ഷ്മമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സമുദായങ്ങളെയെല്ലാം വ്യത്യസ്ത നിറവും മണവുമുള്ള പൂക്കളെ കോർത്തിണക്കുന്ന ചരട് പോലെ ഒരു പൂങ്കാവനത്തിലെ വ്യത്യസ്ത പുഷ്പങ്ങളെ കോർത്തിണക്കി സൃഷ്ടിക്കുന്ന ഒന്നാക്കി സൃഷ്ടിക്കുന്ന ഒരു ചരട് പോലെ ആധ്യാത്മികത എന്ന ഒരടിത്തറ ഈ വൈവിധ്യങ്ങളുടെ എല്ലാം അടിയിൽ നമുക്ക് കാണാൻ കഴിയും. ഭഗിനി നിവേദിതയെപ്പോലെ സ്വാമി വിവേകാനന്ദന്റെ അരുമ ശിഷ്യയായിരുന്ന ഭഗിനി നിവേദിതയെപ്പോലെ, അല്ലെങ്കിൽ മഹർഷി അരവിന്ദനെപ്പോലെ, അതല്ലെങ്കിൽ എൽ ബഷാം മുതലായ വിദേശ പണ്ഡിതന്മാരെപ്പോലെ ഉള്ള പ്രതിഭാശാലികൾ ഈ വസ്തുത അവരുടെ ഗ്രന്ഥങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്താണ് ഈ ആധ്യാത്മികത? നൂറ്റാണ്ടുകളായി നമ്മെ ഒരൊറ്റ ജനസമൂഹമായി, ഒരൊറ്റ രാഷ്ട്രമായി പുലർത്തിക്കൊണ്ടുപോരുന്ന ഈ ഏകസൂത്രം, ഈ പൊതു അടിത്തറ, ആധ്യാത്മികത, അതെന്താണ്? നമ്മുടെ ഇടയിലെ പ്രാചീനകാലത്തെ ദാർശനികന്മാർ ലോകത്ത് മറ്റു പല വിഭാഗങ്ങളുടെയും ഇടയിലുണ്ടായിരുന്ന പണ്ഡിതന്മാരെ പോലെ തന്നെ ഈ ലോകത്തിന്റെ, അല്ലെങ്കിൽ ഈ ജീവജാലങ്ങളുടെ, അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പൊരുൾ തേടി അങ്ങനെ തലമുറകളിലൂടെ, നൂറ്റാണ്ടുകളിലൂടെ നടന്ന ആ അന്വേഷണം മറ്റ് രാജ്യങ്ങളിലെ പണ്ഡിതന്മാർ ചെന്നെത്തിയ സ്ഥലത്തല്ല നമ്മുടെ ദാർശനികന്മാരെ കൊണ്ടുചെന്നെത്തിച്ചത്. മറ്റു പല വിദേശ പണ്ഡിതന്മാരും ഭൗതികതയ്ക്കപ്പുറം എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് ആരായുന്നതിലും ആ വസ്തുതയെ കണ്ടെത്തുന്നതിലും ഇക്കാലം വരെ അമ്പയെ പരാജയപ്പെട്ടപ്പോൾ നമ്മുടെ ഋഷീശ്വരന്മാർ അവർ ഭൗതികതയുടെ അതിർവരമ്പുകളെയും കടന്ന് അതിനും അപ്പുറത്തുള്ള ചില വസ്തുതകളെ കണ്ടെത്തി അവരുടെ
പരീക്ഷണ നിരീക്ഷണങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയത് ഈ പ്രപഞ്ചത്തിന് ആധാരമായി ഒരു ചൈതന്യമുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ശക്തി തന്നെയാണ്, ആ ചൈതന്യം തന്നെയാണ് ഈ പ്രപഞ്ചമായി നമുക്ക് അനുഭവപ്പെടുന്നത്. നാമും ആ ചൈതന്യത്തിന്റെ, ആ ശക്തിയുടെ രൂപങ്ങൾ തന്നെയാണ്. ഇതാണ് അവർ കണ്ട സത്യം, അവർ കണ്ടെത്തിയ യാഥാർത്ഥ്യം. പ്രപഞ്ചത്തിന്റെ ആധാരം ഈ ചൈതന്യമാണ്. ഈ ചൈതന്യം തന്നെയാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിലെ ഓരോ ഘടകവും, അത് ആനയായാലും ശരി, എറുമ്പായാലും ശരി, മലയായാലും ശരി, സമുദ്രമായാലും ശരി, ഓരോ കണികയും ആ ചൈതന്യ കണിക തന്നെയാണ് എന്നതാണ് നമ്മുടെ ദാർശനികന്മാർ കണ്ടെത്തിയത്. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രപഞ്ചവീക്ഷണം അത് സ്വന്തം ജീവിതത്തിലൂടെ ആ മഹാന്മാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പകർന്നുകൊടുത്തു. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളിൽ ചിലർ ഇങ്ങനെ പകർന്നു കിട്ടിയ വെളിച്ചവുമായി ലോകത്തിന്റെ പല കോണുകളിലേക്കും ചരിത്രപരമായി ചില കാലഘട്ടങ്ങളിൽ കടന്നു ചെന്നപ്പോഴെല്ലാം തന്നെ അവർ ചെന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇവരുടെ കണ്ടെത്തലിന്റെ സത്യത്തെ മനസ്സിലാക്കി അവരെ പൂജിക്കുവാനും അവരുടെ ജന്മദേശമായ ഭാരതത്തെ ആധ്യാത്മികതയുടെ ഈറ്റില്ലമായി കരുതുവാനും തുടങ്ങി. അങ്ങനെയാണ് നാം നേരത്തെ പറഞ്ഞ ഭാരതം വിശ്വഗുരുവാണ് എന്ന സങ്കല്പം ലോകത്തെമ്പാടും ഉടലെടുത്തത്. ഈ കാഴ്ചപ്പാട് നമുക്ക് പകർന്നു തന്ന ആ ദാർശനികരെ പൊതുവെ പറഞ്ഞാൽ സിദ്ധന്മാരെന്നാണ് പറയുക. ആസേതു ഹിമാചലമുള്ള ഈ വിസ്തൃതമായ ഭൂവിഭാഗത്തിൽ താമസിക്കുന്ന മിക്കവാറും എല്ലാ സമുദായങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം സിദ്ധന്മാർ തുടർച്ചയായി കാലഘട്ടങ്ങളിലൂടെ ഉയർന്നു വന്നിരുന്നു. ഏതു കോണിന്റെ, ഭാരതത്തിന്റെ ഏതു മൂലയുടെ ചരിത്രം എടുത്തു നോക്കിയാലും ഇത്തരം സിദ്ധന്മാരുടെ ചരിതങ്ങൾ അതാത് പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോഴും ഭക്തി ആദരവോടെ അയവിറക്കുന്നത് നമുക്ക് ചരിത്രത്തിന്റെ താളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സിദ്ധന്മാർക്ക് ജാതി, സമൂഹം മുതലായ വേലിക്കെട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാമൂഹികമായി പിൽക്കാലത്ത് പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങളും ഈ ഹിന്ദു ജനതയുടെ ഇടയിൽ ഉണ്ടായി വന്നു. അങ്ങനെ ആ തരംതിരിവിന്റെ അടിസ്ഥാനത്തിൽ താഴ്ന്ന സമുദായങ്ങൾ എന്ന് പിൽക്കാലത്ത് കരുതി വന്ന സമുദായങ്ങളിൽ നിന്ന് പോലും ഇത്തരം സിദ്ധന്മാർ ഉയർന്നു വന്നിരുന്നു. പൊതുവെ കഴിഞ്ഞ കുറേ തലമുറകളായി ഹിന്ദു സമൂഹത്തെക്കുറിച്ച് പറഞ്ഞു വന്ന, ഹിന്ദു സമൂഹത്തിലെ ജാതിഭേദത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തെ ഒന്നെന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിച്ചു വന്ന ബ്രാഹ്മണൻ തൊട്ട് ചണ്ടാലൻ വരെ എന്ന പദപ്രയോഗത്തിൽ പറയുന്ന ചണ്ടാള ജാതികളിൽ നിന്ന് പോലും ഇത്തരം സിദ്ധന്മാർ ഉയർന്നു വന്നിരുന്നു.
ആധ്യാത്മികതയെ സംബന്ധിച്ചിടത്തോളം ഈ ഭേദങ്ങളൊന്നും ബാധകമല്ല എന്നതല്ലേ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഉച്ചനീചത്വങ്ങളും ഭേദഭാവനകളും ഉടലെടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഭാരതത്തിൽ ഈ സിദ്ധന്മാർ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചും സ്വന്തം ജീവിതത്തെ തന്നെ മറ്റുള്ളവർക്ക് പഠിക്കാനുള്ള പാഠമാക്കിക്കൊണ്ടും എല്ലാം ഒന്ന്, എല്ലാവരും ഒന്ന് എന്ന ആ ആധ്യാത്മികതയുടെ സന്ദേശം എല്ലാവരുടെയും ഹൃദയത്തിൽ എത്തിച്ചിരുന്നു. നമ്മുടെ കേരളത്തിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, ബംഗാളിലായിക്കോട്ടെ, കാശ്മീർ ദേശത്തായിക്കോട്ടെ, ആസാമിലായിക്കോട്ടെ, ഗുജറാത്തിലായിക്കോട്ടെ, അങ്ങനെ ഏത് ഭാഗത്ത് ചെന്നാലും ഈ തരത്തിലുള്ള സിദ്ധന്മാരുടെ സ്മരണ ഇന്നും ജനമനസ്സിൽ മായാതെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ആധ്യാത്മികത ജനജീവിതത്തിൽ ഭാരതത്തിലെ ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് പുലർന്നു വന്നത്? സാമൂഹികമായ കുടുംബപരമായ ഭരണപരമായ തലങ്ങളിൽ ഈ ആധ്യാത്മികതയുടെ പ്രഭാവം ഉണ്ടായതെങ്ങനെ എന്ന് ഉള്ള ചിന്തയ്ക്കു പകരം നമുക്കിന്ന് ഈ വിവിധ സമുദായങ്ങളുടെ ആരാധനാ രീതികളിൽ, അനുഷ്ഠാനങ്ങളിൽ ഇതെങ്ങനെയാണ് പ്രതിഫലിച്ചത്, എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് പൊതുവെ ഈശ്വരാരാധനയും അതുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളെയും മതം എന്ന ഒറ്റ പേരിലാണ് നാം അറിഞ്ഞു വരുന്നത്. നമ്മുടെ ഇവിടുത്തെ പല പണ്ഡിതന്മാരും വൈദേശിക മതങ്ങളിൽ നിന്ന് ഇവിടുത്തെ ആരാധനാദി കാര്യങ്ങളെ വേർതിരിക്കാൻ ഹിന്ദുമതം എന്ന് പ്രയോഗിക്കുകയും വിദേശത്തുള്ള മതങ്ങളെ, അതിൽ പ്രധാനപ്പെട്ടവയെ സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുകയും ചെയ്തു വരുന്നു. വാസ്തവത്തിൽ ഹിന്ദുമതം എന്ന് പറഞ്ഞ ഒരു മതമില്ല. ഹിന്ദുക്കളുടെയിൽ നിരവധി മതങ്ങളാണുണ്ടായിരുന്നത്. വൈഷ്ണവമതം, ശൈവമതം, ശാക്തേയമതം, ഗാണപത്യം, സൗരം, ബൗദ്ധം, ജൈനം, ഇങ്ങനെ നിരവധി മതങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ മതങ്ങളും വിദേശത്ത് രൂപം പൂണ്ട മതങ്ങളും തമ്മിൽ എന്താണ് സാജാത്യം, എന്താണ് വൈജാത്യം? പൊതുവെ മതത്തിന്റെ ഘടന ഈശ്വരൻ എന്ന നാടുവാഴിയും ആ നാടുവാഴിയുടെ കീഴിൽ കഴിയുന്ന അടിയാളരായ ജനങ്ങളും മനുഷ്യരും ജീവജാലങ്ങളും, ഇതാണ് മതങ്ങളുടെയൊക്കെ പൊതുവായിട്ടുള്ള ഘടന. ഇപ്പോൾ സ്വർഗം എന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്ന മുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ കണ്ണെത്താത്ത ഏതോ ഒരു ഉയർന്ന സ്ഥലത്ത് ഇരുന്ന് ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ഈ ലോകത്തെ ഭരിക്കുകയും ചെയ്യുന്ന
രൂപം. അതാണ് പൊതുവെ മതങ്ങളുടെയൊക്കെ ഈശ്വരസങ്കല്പം. എന്നാൽ ആധ്യാത്മികതയുടെ സ്വാധീനം ഉൾക്കൊണ്ട നമ്മുടെ ഭാരതത്തിലെ മതങ്ങളുടെ കാഴ്ചപ്പാട് സത്യത്തിൽ അതല്ല. നാം ഈശ്വരനെ ഓരോ രൂപത്തിൽ ആരാധിക്കുന്നു. ഉദാഹരണത്തിന് വിഷ്ണുവിന് തന്നെ നിരവധി രൂപങ്ങളുണ്ട്. ശിവന് തന്നെ നിരവധി ധ്യാനഭേദങ്ങളുണ്ട്. ഇപ്പോൾ വിഷ്ണുവിന് ദശാവതാരങ്ങളുടെ രൂപത്തിൽ വിഷ്ണുവിനെ ഭജിക്കുന്നു. ദേവീരൂപങ്ങളാണെങ്കിലും എണ്ണമറ്റ തരത്തിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. എന്തിനധികം വാനര രൂപത്തിൽ പോലും നമ്മൾ ആരാധിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ തെക്കുഭാഗത്ത് ചെലന്തിയെ പൂജിക്കുന്ന ഒരു ക്ഷേത്രമുണ്ടെന്നാണ് പറയുന്നത്. ഇത് കണ്ട് മറ്റുള്ളവർ നമ്മളെ കളിയാക്കുക വരെ ചെയ്യുന്നുണ്ട്, പരിഹസിക്കുക ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഏതടിസ്ഥാനത്തിലാണ് ഈ വിചിത്രമായ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ചു പുലർത്തുന്നത് എന്ന് അറിയാതെ, അല്ലെങ്കിൽ സ്ഥാപിത താൽപര്യം മുൻനിർത്തി അറിഞ്ഞിട്ടും അറിയുമെന്ന് ഭാവിക്കാതെ നമ്മുടെ ഈ സങ്കല്പ വൈചിത്രത്തെ പരിഹസിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ വിചിത്രങ്ങളായിട്ടുള്ള രൂപങ്ങളിൽ ഈശ്വരനെ ഭജിക്കുന്നത്? അതിന് സമാധാനം മനഃശാസ്ത്രമാണ് നൽകുന്നത്, ആധുനിക മനഃശാസ്ത്രം തന്നെ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തുവിനെ കാണുകയോ, നമുക്കിഷ്ടപ്പെട്ട ശബ്ദം കേൾക്കുകയോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഗന്ധം നമ്മുടെ നാസാദ്വാരങ്ങളിലൂടെ പ്രവേശിക്കുകയോ, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്കിഷ്ടമായത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ സ്വയം നാം അറിയാതെ എന്തിലോ ലയിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുന്നു. ഒരാൾക്ക് സുഖം തരുന്ന വസ്തു തന്നെ മറ്റൊരാൾക്ക് സുഖപ്രദമായിക്കൊള്ളണമെന്നില്ല. അത് നമ്മുടെ നിത്യജീവിതത്തിൽ കാണാവുന്നതാണ്. ഒരമ്മയുടെ മക്കൾക്ക് പോലും ഒരേ കാര്യം മാത്രം ഇഷ്ടമായി എന്ന് വരണമെന്നില്ല. കാരണം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് പ്രപഞ്ച സൃഷ്ടി. ഒരാൾക്ക് ഹൃദ്യമായി തോന്നുന്ന, രുചികരമായി തോന്നുന്ന ആഹാരം മറ്റൊരാൾക്ക് അതാവണമെന്നില്ല. എരിവ് ചിലർക്കായി കൂടുതൽ ഇഷ്ടമായിരിക്കാം, മറ്റു ചിലർക്കോ മധുരമായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഏകാഗ്രതയെ സഹായിക്കുന്ന എന്തും അതൊരാൾക്ക് പാകമാകുന്നത് വേറൊരാൾക്ക് പാകമാകണമെന്നില്ല. അത് നമ്മുടെ മനസ്സിന്റെയും നമ്മുടെ തന്നെ ആകപ്പാടെയുള്ള ഘടനയുടെയും വ്യത്യസ്തത കൊണ്ടാണ്. ഈ സത്യം മനസ്സിലാക്കിയ നമ്മുടെ ദാർശനികർ അവരാണ് പറഞ്ഞത്, ചൂണ്ടിക്കാണിച്ചത്, നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ നിങ്ങളുടെ മനസ്സ് ലയിക്കാൻ എന്താണോ പര്യാപ്തമായത് ആ മാധ്യമത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ മാധ്യമത്തെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ അനന്ത ചൈതന്യത്തെ പ്രാപിക്കാം എന്ന് ചൂണ്ടിക്കാണിച്ചു തന്ന അത് നമ്മൾ നേരത്തെ കണ്ട ആ സിദ്ധന്മാരാണ്. തികച്ചും ശാസ്ത്രീയമാണ് നമ്മുടെ ഈ ദൈവസങ്കല്പത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും ഉള്ള വൈവിധ്യം. കാലം, ദേശം, കാലാവസ്ഥ, ഭൂപ്രകൃതിയിലുള്ള വൈവിധ്യങ്ങൾ, ഇവയുമെല്ലാം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ സ്വാധീനിക്കുന്നുണ്ടല്ലോ.
നമ്മുടെ കേരളത്തിലെ ആചാരമനുസരിച്ച് അമ്പലത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അമ്പലക്കുളത്തിൽ മുങ്ങി ഈറൻ വസ്ത്രവും അണിഞ്ഞ് ശുദ്ധമായി ദേഹശുദ്ധിയും മനഃശുദ്ധിയും രണ്ടും കൈവരിച്ചുകൊണ്ട് ഭഗവാനെ ദർശിക്കണമെന്നാണ്. എന്നാൽ ഹിമാലയ ഭാഗത്തെ ബദരീനാഥം പോലെ കേദാരനാഥം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴോ ഈ തരത്തിൽ ഒരു ഈറൻ മുണ്ടുമായിട്ട് ആണ് നമ്മൾ അവിടെ പോകുന്നതെങ്കിൽ നമുക്ക് ന്യൂമോണിയ പിടിക്കും. അവിടെ കമ്പിളി പുതച്ചേ പോകാവൂ. എന്തുകൊണ്ട്? കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് ആചാരത്തിൽ വ്യത്യാസം വന്നു. നമ്മുടെ ശാസ്ത്രീയമായ ആരാധനയ്ക്ക് ഇത്തരം വ്യത്യസ്തതകൾ സത്യത്തിൽ തടസ്സമല്ലതാൻ. നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയുമെല്ലാം അറിയാതെ ലയിക്കാൻ സഹായിക്കുന്ന മാധ്യമങ്ങളെയാണ് നമ്മൾ നമ്മുടെ ഈശ്വരാരാധനയിൽ ഉപയോഗിച്ചു വരുന്നത്. ഇതുതന്നെയാണ് നൂറുകണക്കിന് വ്യത്യസ്ത മൂർത്തിസങ്കല്പങ്ങൾ ആചാരങ്ങൾ പോലെ തന്നെ ആചാരങ്ങളുടെ കേന്ദ്രബിന്ദുവായ മൂർത്തിസങ്കല്പത്തിലും നമുക്ക് കാണാൻ കഴിയും. തലയോട്ടി മാലയണിഞ്ഞ് കരാളമായ കരവാളവും പിടിച്ച് അട്ടഹസിക്കുന്ന, വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന, നാവിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്ന രക്തത്തോടെ നിൽക്കുന്ന കാളിയുടെ ഭയാനകമായ രൂപം. ഇപ്പോൾ ബംഗാളിലെ സമൂഹം അവരാരാധിക്കുന്നത്, ഈശ്വരനെ ആരാധിക്കുന്നത് ഈ രൂപത്തിലൂടെയാണ്. ചിലയിടങ്ങളിലോ ഓടക്കുഴലും വായിച്ച് ഓടി നടക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് അവരാരാധിക്കുന്നത്. ഇത് രണ്ടും ശരി തന്നെ. ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ഇത് രണ്ടും ശരി തന്നെ. ഇതിൽ യാതൊരു പാകപ്പിഴയുമില്ല, അപാകതയുമില്ല. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്തിൽ നിന്ന് മഴയായി താഴോട്ട് പെയ്തിറങ്ങുന്ന വെള്ളം എങ്ങനെയാണോ പല കൈവഴികളിലൂടെ ഒഴുകി ഒഴുകി അവസാനം ഒരേ സാഗരത്തിൽ ചെന്നെത്തിച്ചേരുന്നത്, ഒരേ സാഗരത്തിൽ തന്നെ ചെന്ന് ലയിക്കുന്നത്, അതേപോലെ വ്യത്യസ്ത മൂർത്തിസങ്കല്പങ്ങളും വ്യത്യസ്ത ആരാധനാ രീതികളുമെല്ലാം നമ്മെ ആ ഒരേ അടിസ്ഥാന ചൈതന്യത്തിലേക്ക് തന്നെ എത്തിക്കുന്നു. ഈ കാഴ്ചപ്പാട് ഈ ഭാരതഭൂമിയിലെ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഈ ഹിന്ദു സമാജത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ആധുനിക മനഃശാസ്ത്ര ദൃഷ്ട്യാ പോലും ശരിയായ ഈ വഴിയാണ് നമ്മുടെ വഴി. നമ്മുടെ വ്യത്യസ്തതകൾ വാസ്തവത്തിൽ അശാസ്ത്രീയമല്ല, തികച്ചും ശാസ്ത്രീയമാണ്. ഈ തരത്തിൽ കാരണം ചൈതന്യം ഒന്നു തന്നെ, ഏകം സത്, വേദങ്ങളിൽ പറയുന്നത് ഇതുതന്നെ, സത്യമൊന്നേ ഉള്ളൂ. വിപ്രാ ബഹുധാ വദന്തി, പണ്ഡിതന്മാർ പലതരത്തിൽ പറയുന്നു. അവിടെയൊക്കെ ഈ രുചിഭേദമാണ്. അവനവന്റെ രുചിക്കിണങ്ങിയ വസ്ത്രം ധരിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ, പാട്ട് ആസ്വദിക്കുന്നത് പോലെ തന്നെ അവനവന്റെ രുചിക്കിണങ്ങിയ ദേവസങ്കല്പത്തെ ധ്യാനിക്കുകയും ആ സങ്കല്പത്തിന് ഉചിതമായ ചടങ്ങുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്യുന്നത് അത് 100% ശാസ്ത്രീയം തന്നെ.
അങ്ങനെ തൊഴിൽപരമായും അതുപോലെ തന്നെ ദേശപരമായും കാലാവസ്ഥാപരമായും മറ്റുള്ള വ്യത്യസ്ത മേഖലകളിൽ കഴിഞ്ഞു വന്ന ഈ ഹിന്ദു സമാജത്തിലെ വിവിധ സമുദായങ്ങൾക്കിടയിൽ നിരവധി തരം ദേവതാ സങ്കല്പങ്ങളും അതിനനുയോജ്യമായ നിരവധി തരം വ്യത്യസ്ത അനുഷ്ഠാനങ്ങളും രൂപപ്പെടുകയും നൂറ്റാണ്ടുകളായി അവയെ നാം ഭക്തിപൂർവം അനുഷ്ഠിച്ചു വരികയും ചെയ്യും. ഇവയിൽ ഉയർന്ന സമുദായം എന്ന് കരുതുന്ന സമുദായത്തിന്റെ ആരാധനാരീതിയും സങ്കല്പങ്ങളും മാത്രമാണ് ശരിയെന്നോ താഴ്ന്നതെന്ന് കരുതുന്ന സമുദായങ്ങളുടെ ആരാധനാരീതികളും സങ്കല്പങ്ങളും അപ്പാടെ തെറ്റാണ് എന്ന് പറയുന്നത് രണ്ടും തികച്ചും തെറ്റാണ്. എല്ലാറ്റിലുമുണ്ട് ശാസ്ത്രീയത. അവരവർ നിൽക്കുന്ന നിലപാടനുസരിച്ചാണ് കാഴ്ചപ്പാട് രൂപം കൊള്ളുക. ഒരു ഉന്നത ഗിരിശൃംഗത്തെ തെക്കുഭാഗത്തു നിന്ന് നോക്കുന്ന ഒരാൾ കാണുന്നത് പോലെയല്ല കിഴക്കുഭാഗത്തു നിന്നോ വടക്കുഭാഗത്തു നിന്നോ നോക്കുന്ന ഒരാൾ കാണുക. ഈ ആധ്യാത്മികപരമായ ശാസ്ത്രീയമായ കാഴ്ചപ്പാട് പിൽക്കാലത്ത് വൈദേശിക ആക്രമണം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോയപ്പോഴാണ് ഉച്ചനീചത്വങ്ങളും തൊട്ടുകൂടായ്മയും അയിത്തവും അങ്ങനെ അമാനുഷികമായ മനുഷ്യ സാധാരണമല്ലാത്ത പല അബദ്ധസഞ്ചാരങ്ങളും നാം ചെയ്തു പോകാനിടവന്നത്. ഈ ശാസ്ത്രീയമായ സത്യമായ കാഴ്ചപ്പാട് നമ്മളിൽ നിന്ന് അകലുകയും ഭൗതികമായ പല കണ്ടെത്തലുകളും അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളും നമ്മുടെ കൺമുന്നിൽ കാണുകയും ചെയ്തപ്പോൾ നമ്മളും നമ്മുടെ ആചാരങ്ങളെ ചോദ്യം ചെയ്യാനും നമ്മുടെ ആചാരങ്ങൾ തെറ്റാണെന്ന് വാദിക്കാനും വിദേശികളുടെ കൂട്ടത്തിൽ ചേർന്ന് ഇതിനെയെല്ലാം അധിക്ഷേപിക്കാനും ഇടവന്നു. പക്ഷേ മറ്റൊരു സത്യം കൂടെയുണ്ട്. ഇന്നത്തെ ആധുനിക ശാസ്ത്ര ശാഖയനുസരിച്ചും വൈദ്യശാസ്ത്രത്തിന്റെയും മറ്റുമൊക്കെ മേഖലകളെടുത്ത് പരിശോധിച്ചാലും പാരമ്പര്യം എന്ന് പറഞ്ഞ ഒരു ഘടകമുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിലും പാരമ്പര്യ രോഗം എന്നൊരു സങ്കല്പം ഉണ്ടല്ലോ. പ്രമേഹം മുതലായ രോഗങ്ങളെ പാരമ്പര്യ രോഗത്തിന്റെ പട്ടികയിലല്ലേ പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് തലമുറകളിലൂടെ തുടർന്നു വരുന്ന ഏതോ ഒരു തുടർച്ച, ഒരു ശക്തിയുടെ ഒരു തുടർച്ചയാണ്. രോഗത്തിനെന്നതുപോലെ തന്നെ ഈശ്വര സങ്കല്പങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും ഒക്കെ ഈ പാരമ്പര്യത്തിൻ്റെതായ പ്രസക്തിയുണ്ട്. RNA കുറിച്ചും DNA കുറിച്ചും ഒക്കെ താഴ്ന്ന ക്ലാസുകളിൽ പോലും പഠിപ്പിക്കുന്ന കാലമാണ്. ആ ആധുനിക സിദ്ധാന്തമനുസരിച്ച് പോലും നമ്മുടെ ഈശ്വരാരാധന, പരമ്പരാഗതമായ ഈശ്വരാരാധനയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരും. കാലോചിതമായി ആ പാരമ്പര്യത്തിന് കോട്ടം തട്ടാതെ കാലോചിതമായി പരിഷ്കരിക്കുന്നതിൽ ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ച് ഒരു തെറ്റുമില്ല. അതുകൊണ്ട് തന്നെ കാലോചിതമായി പരിഷ്കരിച്ചുകൊണ്ട് ഈ പാരമ്പര്യത്തെ പിന്തുടർന്നാലേ ഒരു വ്യക്തി എന്ന നിലയ്ക്കും കുടുംബം എന്ന നിലയ്ക്കും ഒരു സമുദായം എന്ന നിലയ്ക്കും എല്ലാം നമ്മിൽ അതാത് തലത്തിൽ വേണ്ട ആരോഗ്യം, ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ.
ഇതെല്ലാം അറിഞ്ഞു തന്നെയാണ് നാം ഇന്ന് ഉൾപ്പെടുന്ന ഓരോ വ്യത്യസ്ത സമുദായങ്ങളിലും ഈ തരത്തിലുള്ള പക്ഷേ അങ്ങേയറ്റം വൈവിധ്യമാർന്ന വ്യത്യസ്തതകൾ ഉൾക്കൊള്ളുന്ന നിരവധി തരം ആചാരങ്ങളും ദേവതാ സങ്കല്പങ്ങളും അനുഷ്ഠാനങ്ങളും പരമ്പരയാ പകർന്ന് നിലനിർത്തിക്കൊണ്ട് പോന്നതും. ഈ തരത്തിൽ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചിരുന്ന നമ്മുടെ ഭാരതഭൂമിയിലെ ഒരു പ്രധാന സമുദായമാണ് വെള്ളാളരുടേത്. അവരെക്കുറിച്ചും ചില ചരിത്ര പണ്ഡിതന്മാർ ബ്രാഹ്മണര് പഞ്ചനദത്തിൽ നിന്ന് വന്നവരാണ്. ഗൌഡസാരസ്വത ബ്രാഹ്മണരെക്കുറിച്ച് നമുക്കറിയാം. സരസ്വതി നദിയുടെ തീരത്ത് നിന്ന് ഇന്ന് നമ്മൾ ബംഗാൾ എന്നറിയപ്പെടുന്ന പണ്ട് ഗൌഡദേശം എന്നറിയപ്പെട്ടിരുന്ന ആ ഭൂവിഭാഗത്തേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുകയും ആ ഗൌഡദേശത്ത് നിന്ന് അവർ കൊങ്കൺ ഭാഗത്തേക്ക് വന്നു. അവിടെ നിന്നും അവർ കേരളത്തിന്റെ തീരങ്ങളിലേക്ക് വന്നു. അങ്ങനെ അവര് ഗൌഡ സാരസ്വതർ, കൊങ്കണിൽ നിന്ന് വന്നതുകൊണ്ട് കേരളീയരവരെ കൊങ്കണികളെന്ന് വിളിക്കുന്നു. ഈ തരത്തിൽ ബ്രാഹ്മണര് വടക്കുഭാഗത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്, അങ്ങനെ മാറി താമസിച്ചതാണ് എന്ന് ചരിത്രകാരന്മാരിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ ഈ വെള്ളാള സമുദായത്തെക്കുറിച്ചും ചരിത്ര പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നത് അവരും വടക്കു നിന്ന് വന്നവരാണെന്ന്. അതെന്തായാലും തമിഴ്നാട്ടിൽ ഈ വെള്ളാള സമുദായം ഒരു പ്രബല സമുദായം ആണ്. അവർക്കും മഹത്തായ ഒരു സംസ്കാരം, ഈ ആധ്യാത്മികത നിറഞ്ഞു തുളുമ്പുന്ന ഒരു സംസ്കാരം അവരും നൂറ്റാണ്ടുകളായി വെച്ചു പുലർത്തിയിരുന്നു. അവരുടെ ഇടയിലും നിരവധി തരം ദേവതാസങ്കല്പങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. മാരിയമ്മൻ, ഭദ്രകാളിയമ്മൻ, കാളിയമ്മൻ, മുത്തുമാരിയമ്മൻ, മുത്താളമ്മൻ, ഉച്ചുമാളിയമ്മൻ. ഈ ഉച്ചുമാളിയമ്മൻ ആരാണ്? ഉജ്ജയിനി മഹാകാളിയാണ് പറഞ്ഞ് സംസാര ഭാഷയിൽ ഉച്ചുമാളി ആക്കി മാറ്റിയത്. അങ്ങനെ മാരി, കാളി, ഉജ്ജയിനി മഹാകാളി, മുപ്പുരാരി അമ്മൻ, അങ്ങനെ നിരവധി ദേവീ സങ്കല്പങ്ങൾ. അതുപോലെ തന്നെ ശിവന്റെ വ്യത്യസ്ത രൂപങ്ങളും. കാരണം ഏറിയ കൂറും വെള്ളാള സമുദായം ശൈവ ശാക്ത സങ്കല്പങ്ങളെയാണ് കൂടുതൽ സ്വീകരിച്ചു പോന്നിരുന്നത്. ഈ സമുദായത്തിലെ ഓരോ കുടുംബത്തിനും തന്നെ ഓരോ ദേവതാസങ്കല്പം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങ് കേരളത്തിലേക്കും പല കാലഘട്ടങ്ങളിലായി തമിഴ്നാടിന്റെ പല നാടുകളിൽ നിന്നും ഈ തെക്കേ അറ്റത്തേക്കും ഈ വെള്ളാള സമുദായം കടന്നു വന്നിട്ടുണ്ട്. ചില തമിഴ് സാഹിത്യ രേഖകളനുസരിച്ച് കന്യാകുമാരി തൊട്ട് വടക്ക് വെങ്കിടഗിരി വരെയുള്ള ഭൂവിഭാഗം പൊതുവെ തമിഴകമായിരുന്നത്രേ. ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുടെ മറ്റും ഭരണത്തിന് കീഴിലുള്ള തമിഴകം. അപ്പോൾ ഇന്ന് നാം തമിഴ്നാടെന്ന് പറയുന്ന ആ പ്രദേശത്തു നിന്നും പല കാരണങ്ങളുകൊണ്ട് ഇന്ന് കേരളം എന്ന് പറയുന്ന ആ പഴയ തമിഴകത്തിന്റെ തെക്കേ ഭാഗങ്ങളിലേക്കും തമിഴ്നാട്ടിലെ മറ്റ് സമുദായങ്ങൾ എന്ന പോലെ തന്നെ വെള്ളാള സമുദായവും കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ പല പ്രദേശങ്ങളിലായി അവർ വാസമുറപ്പിക്കുകയും അവരുടേതായ കേന്ദ്രങ്ങളായി ആ പ്രദേശങ്ങൾ തീരുകയും ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് പല ഭാഗത്തും നമുക്ക് ഈ അമ്മൻ കോവിലുകളും മാടൻ കോവിലുകളും എല്ലാം കാണാൻ കഴിയും. കുംഭകോണം ഭാഗത്ത് നിന്ന് വന്നവരുണ്ട്, നാഞ്ചിനാട്ട് നിന്ന് വന്നവരുണ്ട്, തെങ്കാശി ഭാഗത്ത് നിന്ന് വന്നവരുണ്ട്. അവരെല്ലാവരും ഇങ്ങോട്ട് വരുമ്പോഴും അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങളെയും ദേവതാ സങ്കല്പങ്ങളെയും ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഈ വെള്ളാള സമുദായത്തിന്റെ ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ചും ആരാധനാ രീതികളെക്കുറിച്ചും കഴിഞ്ഞ ഒരു 10 വർഷമായി ഞാൻ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചു വരികയാണ്. ആ പഠനത്തിൽ നിന്നും എനിക്ക് തെളിഞ്ഞു കിട്ടിയ ചില വസ്തുതകളുണ്ട്. ഭാരതത്തിലെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ പ്രധാനമായി 3 തിരിവുകളാണുള്ളത്. ഒന്ന് യോഗശാസ്ത്രം, മറ്റൊന്ന് തന്ത്രശാസ്ത്രം, വേറൊന്ന് യാഗശാസ്ത്രം, വേദങ്ങളിലും മറ്റും ഉദ്ഘോഷിക്കുന്ന യാഗശാസ്ത്രം. അവയിൽ ഈ തന്ത്രശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ വളരെ വർഷങ്ങളായി ആഴത്തിലുള്ള പഠന ഗവേഷണങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുന്നു. തികച്ചും ആകസ്മികമായാണ് വെള്ളാളരുടെ താന്ത്രിക പാരമ്പര്യത്തെക്കുറിച്ച് ഇതിനിടെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഭാരതത്തിൽ അങ്ങോളമിങ്ങോളവും പിൽക്കാലത്ത് ഭാരതത്തിന്റെ 3 മൂലകളിലായി, അതായത് ബംഗാളം, കാശ്മീരം, കേരളം, ഈ 3 മൂലകളിലായിട്ട് ഒതുങ്ങുകയും ചെയ്ത തന്ത്രശാസ്ത്രത്തിന്റെ ഉന്നത മേഖലകളും വെള്ളാള സമുദായത്തിന്റെ ആരാധനാ രീതികളും തമ്മിൽ വളരെ സാമ്യമുണ്ട്, ബന്ധമുണ്ട് എന്നുള്ള വസ്തുത എന്നെ അമ്പരപ്പിച്ചു. ആ പഠനത്തിൽ നിന്നും കിട്ടിയ ഒരു വെളിച്ചം ഇതര സമുദായങ്ങളുടെ വ്യത്യസ്ത ആരാധനാ രീതികൾക്കും ഈ തന്ത്രശാസ്ത്രവുമായി യോഗശാസ്ത്രവുമായി അഭേദ്യമായ ബന്ധം ഉണ്ടെന്നുള്ളതാണ്. ഈ തന്ത്രശാസ്ത്രത്തെ തന്നെ പിൽക്കാലത്ത് ബ്രാഹ്മണര് സ്വീകരിക്കുകയും അവരിതിൽ പല പിരിവുകളും നടപ്പാക്കുകയും ചെയ്തു. പൊതുവെ ബ്രാഹ്മണർ കൈകാര്യം ചെയ്യുന്ന തന്ത്രശാസ്ത്ര ശാഖയെ വൈദിക താന്ത്രികം എന്നാണ് വിളിച്ചു വരുന്നത്. ബ്രാഹ്മണരുടെ അടിസ്ഥാന മതശാസ്ത്രമായ വേദം, വൈദിക മതത്തിന്റെ അടിസ്ഥാനമായ വേദം, ആ വൈദികമായിട്ടുള്ള പല മർമ്മങ്ങളും കൈവിട്ട് കളയാതെ ആ മർമ്മങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ താന്ത്രികമായ കാര്യങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് അവർ പുനരാവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഈ വൈദിക താന്ത്രികം. അത് തന്ത്രശാസ്ത്രത്തിന്റെ ചില ഭാഗങ്ങളെ, വൈദികമായി സ്വീകാര്യമായ ചില ഭാഗങ്ങളെ അവർ ഉൾക്കൊണ്ടു. ശരിയായ തന്ത്രശാസ്ത്രം, ശരിയായ തന്ത്രശാസ്ത്രം, ഒറിജിനൽ തന്ത്രശാസ്ത്രം എന്ന് ഞാൻ പറയട്ടെ, ആ ഒറിജിനൽ തന്ത്രശാസ്ത്രത്തിലെ പല അംശങ്ങളുമായും ഈ വെള്ളാള സമുദായത്തിന്റെ മൂർത്തിസങ്കല്പങ്ങൾക്കും ആരാധനാ രീതികൾക്കും കാര്യമായ ബന്ധം നമുക്ക് കാണാൻ കഴിയും. ഒരു ചെറിയ ഉദാഹരണം, വെള്ളാള സമുദായം ആരാധിച്ചു വരുന്ന ഒരു പ്രധാന മൂർത്തിയാണ് മാടസ്വാമി. ഈ മാടസ്വാമി അതാരാണ്? ഈ തന്ത്രശാസ്ത്രത്തിൽ, ഒറിജിനൽ തന്ത്രശാസ്ത്രത്തിൽ ഈ മൂർത്തിയെ വടുക ഭൈരവൻ എന്ന നാമത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത്. ഈ വടുക ഭൈരവന്റെ ഇന്ന്
പല മാടൻ കോവിലുകളിലും നടന്നുവരുന്ന, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നടന്നുവരുന്ന ആരാധനയ്ക്ക്, അനുഷ്ഠാനങ്ങൾക്ക് ഈ വടുകഭൈരവന്റെ ഉപാസനാ പദ്ധതിയുമായി അങ്ങേയറ്റം പൊരുത്തം കാണും. ഇതുപോലെ നിരവധി മൂർത്തികളുടെ സങ്കല്പത്തിൽ പോലും ഈ ഉയർന്ന തന്ത്രശാസ്ത്രവുമായി ബന്ധങ്ങൾ കാണാൻ കഴിയും. ഒരു ലേഖകൻ എഴുതിയതനുസരിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, വൈദേശിക ആക്രമണം ഉണ്ടായ അവസരത്തിൽ കാശ്മീരിലും അങ്ങനെ വടക്കുഭാഗത്തുള്ള താന്ത്രികന്മാർ അവിടെ നിന്നും തെക്ക് ഭാഗത്തേക്ക് വരികയും അങ്ങനെ വന്ന താന്ത്രികന്മാരിൽ ചിലരുമായി ഈ വെള്ളാള സമുദായത്തിന് തമിഴ്നാട്ടിലെ മറ്റു പല സമുദായങ്ങൾക്കെന്നതുപോലെ ബന്ധങ്ങളുണ്ടാവുകയും അവരിൽ നിന്നും ഇത്തരം താന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ ഈ സമുദായത്തിന് പകർന്നു കിട്ടുകയും ചെയ്തു വന്നു എന്നൊരു ഗ്രന്ഥകാരൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തോ സത്യം എന്തുമായിക്കൊള്ളട്ടെ, ഈ ബന്ധമുണ്ട് എന്നുള്ളതൊരു സത്യമാണ്, അതൊരു വസ്തുതയാണ്. അത് നമുക്ക് പൂർണ്ണമായും തെളിയിക്കാവുന്ന ഒരു സംഗതിയാണ്. എങ്ങനെയുണ്ടായി എന്നുള്ളത് ചരിത്ര പണ്ഡിതന്മാർ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഈ തരത്തിൽ താന്ത്രികമായ ആധ്യാത്മിക കാഴ്ചപ്പാടിന്റെ പ്രായോഗിക മേഖലകളിൽ പ്രധാനപ്പെട്ട ഒന്നായ തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വെള്ളാള സമുദായത്തിന്റെ മൂർത്തിസങ്കല്പങ്ങളും ആരാധനാ രീതികളും രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് എന്ന കാര്യമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്.